എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടം ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പച്ചക്കറി തൈകളൊക്കെയാണ്. കണ്ടില്ലേ, ഇത് തക്കാളിയാണ്. തക്കാളി ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ തക്കാളിക്കൊക്കെ പറിച്ചു ഇതിൽ നിന്ന്. ഇത് പച്ചമുളക് തൈകളാണ്. പച്ചമുളകിൻ തൈകൾ നമ്മൾ കുറേ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഇത് വഴുതനയാണ്. വഴുതനയൊക്കെ പൂത്തു തുടങ്ങി. പ്രധാനമായിട്ടും മുളകിൻ തൈകളും വഴുതന തൈകളും ഒക്കെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ചീരയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ചീരകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് കുമ്പളത്തിൻ്റെ വിത്ത് പാകിയതാണത്. കണ്ടില്ലേ, ഈ മുളക് അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇത് തക്കാളി തൈ, 5-6 തക്കാളി തൈ നമുക്കുണ്ട്. ചീരയൊക്കെ മുറിച്ചെടുത്താൽ മതി, അത് നമുക്ക് പൊട്ടിക്കെളുത്തുള്ളൂ. ഇത് മുളകും തൈയാണ്. അത് പൂത്തു. മുളകും തൈയിലൊക്കെ ചെറിയ കാകളൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. വഴുതന, മുളക് ഒക്കെ ആയിട്ട് ഉണ്ടല്ലേ. ഇത് നമ്മളൊരു വെണ്ട വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. നമ്മൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പോകാറായ വെണ്ടയാണ്. ഉണ്ടല്ലേ. ഗ്രോ ബാഗിൽ മണ്ണിനോടൊപ്പം എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് ആണ് ഇത് മിക്സ് തയ്യാറാക്കിയിരിക്കുന്ന ഗ്രോ ബാഗ് മിക്സ്. ഇത് മുളകാണ്. സ്പെഷ്യൽ ടൈപ്പ് മുളകാണ്. ചെറിയ ഉണ്ടമുളകാണ്. അത് നമ്മൾ കാബേജ് തൈയാണ്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ നമ്മൾ വാങ്ങിയതാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷികളാണ്. ഇത് മുഴുവൻ രാവിലെയൊക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറേ പണികൾ നടത്തും. ഇതിനകത്ത് വെള്ളം ഒഴിക്കണം, കുറച്ചെന്തെങ്കിലും വളമൊക്കെ ഇടാനുണ്ടെങ്കിൽ ഇടാം. ഇത് പയർ, ഗ്രോ ബാഗിൽ തന്നെയാണ് പയർ നട്ടിരിക്കുന്നത്. നമ്മൾ ആ പയർ ആവശ്യത്തിന് ഇതിൽ നിന്ന് പറിച്ച് പയറിപ്പോൾ ഏകദേശം കായ്ക്കുന്നതൊക്കെ കഴിയാറായി നിൽക്കുകയാണ്. കുറേ പയറുകളൊക്കെ നമ്മൾ പറിച്ച് ഉപയോഗിച്ചതാണ്. ഉണ്ടല്ലോ, ഏത്തക്കുല എല്ലാം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിൽക്കുന്നതാണ്. ഇത് കറിവേപ്പാണ്. കറിവേപ്പിൻ തൈയാണ്. നമ്മൾ മുഴുത്ത കറിവേപ്പിൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ തൈകൾ വരും. അതിൽ നിന്ന് പറിച്ച് നട്ടതാണ്.